ഞാൻ വരുമ്പോൾ സഖാവ് അബ്ദുൽ ഖാദർ കൊടകര കുഴൽപ്പണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുഴൽപ്പണത്തിലെ യഥാർത്ഥ പ്രതികൾ ഒറ്റ ആളെ ഇതിന്റെ കേസില്ല. കാശ് മറ്റെന്തിനാ ആ BJP ഓഫീസിൽ ആഫീസ് സെക്രട്ടറി ഇവിടെ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം ഇടക്കിടക്ക് നടത്തിട്ട് പത്രസമ്മേളനം നിർഭയനായിട്ട് ഇന്നൊരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറയാണ് നല്ല പണം എടുത്തിട്ട് കോടാനുകോടിയായിട്ട് കെട്ടിയിട്ട് നല്ല ഒന്നാം തരം ബിഗ് ഷോപ്പറിൽ കൊണ്ടുപോയ ബിഗ് ഷോപ്പറിനെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ബിഗ് ഷോപ്പറിൽ പണം വാങ്ങി വിവിധ കോൺഗ്രസ് നേതാക്കന്മാര് BJP നേതാക്കന്മാര് വ്യത്യസ്ത കാറിൽ കയറി പോയി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഈ കൊണ്ടുപോയ എല്ലാവരും എക്സോണറേറ്റ് ചെയ്ത് ഒഴിവാക്കി. BJP നേതാക്കന്മാർ അവര് പ്രതിയാകുമ്പോ അവരെ പേരിൽ വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോ എല്ലാവർക്കും അറിയുന്നില്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. ഗവൺമെന്റ് അന്വേഷിച്ച കേസല്ലേ. അന്വേഷിക്കേണ്ടത് ED ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന് മുഴുവൻ അന്വേഷിച്ചിട്ട് പോകാൻ കഴിയും. നിലവിലുള്ള ഭരണ രീതി അനുസരിച്ച് നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ കേസ് അന്വേഷിക്കേണ്ടത് ED ആണ്. അന്വേഷിച്ചപ്പോൾ എന്താ ചെയ്തത്? പണം ബിഗ് ഷോപ്പറിലിട്ട് പോയ ഒരൊറ്റ BJP നേതാക്കന്മാരും ആ കേസിൽ പ്രതിയല്ല. കാലി ബിഗ് ഷോപ്പർ പോലും ഇല്ലാത്ത നമ്മളെ 4-5 നേതാക്കന്മാരെ അതാ പ്രതിയാക്കിയിരിക്കുന്നു. അവർക്ക് കാലിയായിട്ടുള്ള ബിഗ് ഷോപ്പർ പോട്ടെ, ഒരു കാലിസഞ്ചി അതുപോലുമില്ല. മറ്റേ വ്യക്തമായ തെളിവല്ലേ, കണ്ടാളല്ലേ, വീരം വെച്ചതും എണ്ണിയതും കണ്ടാലല്ലേ തെളിവായിട്ട് സമൂഹത്തിലേക്ക് വന്ന്. അത് വസ്തുതയല്ലേ. അപ്പൊ ഞാൻ എന്താ കടലാസ് കൊണ്ടേ കൊടുക്കാം? ഏത് ലോകത്തുള്ള എല്ലാ കുഴൽപ്പണക്കാരും അങ്ങനെ തന്നെയാ. എല്ലാവർക്കും അറിയാം കുഴൽപ്പണത്തിനെ കുറിച്ച് അറിയാൻ എല്ലാവർക്കും അറിയാം. കുഴൽപ്പണം പിടിച്ചാൽ പിന്നെ ഒരു കടലാസ് കൊണ്ടേ കൊടുത്ത് പുറത്തേക്ക് പോകുന്ന ചില വഴികളുണ്ട് എന്ന് കുഴൽപ്പണ സംബന്ധിയായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം.